ഇന്നത്തെ കാര്യമൊന്നും നോക്കണ്ടാട്ടോ. നാളെ മുതൽ അമ്മ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം. ഇതിപ്പോ പെട്ടെന്നായതുകൊണ്ടാ. സാരമല്ലമ്മേ, എല്ലാത്തിനും നല്ല രുചിയുണ്ട്. അതുപോലെ മോനെ, ഇവിടെയുള്ള സൗകര്യങ്ങളെ വിട്ട് എന്തെങ്കിലും മോൻ ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോടൊന്ന് പറയണേ. അച്ഛനെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ അച്ഛൻ ചെയ്തോളാം. അച്ഛാ, ഞാൻ ജനിച്ചത് സമ്പന്നമായ വീട്ടില്ല, വളർന്നത് അവിടെ തന്നെയാ. പക്ഷേ എനിക്ക് സൗകര്യക്കുറവുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ചലയുമ്പോൾ എത്രയോ തവണ ഞങ്ങൾ കടത്തിണ്ണകളിൽ കടന്നിട്ടുണ്ടെന്നറിയോ? ഇന്നിപ്പോ ഞാൻ ഇയാളോട് പറഞ്ഞു, അതാ ഒരു രാത്രി കടത്തിണ്ണയിൽ ഉറങ്ങേണ്ടി വന്നാ നമ്മൾ അതും ചെയ്യണം. ഇന്നലെ വരെ പലതും ഉണ്ടായിരുന്നു, ഇന്നില്ല. ഇന്നു മുതൽ അങ്ങോട്ടില്ല. പക്ഷേ അച്ഛനെ മോളുണ്ടല്ലോ. കണിമംഗലം വിട്ട് ഇറങ്ങുന്ന സമയം മുതൽ എന്നോട് സംസാരിക്കുന്നത് മുഴുവൻ പൊരുതുന്നതിനെ കുറിച്ചാ, പൊരുതി ജയിക്കുന്നതിനെ കുറിച്ചാ. അവിടെയാ അച്ഛന്റെ മോളെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. കരഞ്ഞു ബഹളം വെച്ച് മനസ്സ് പഠിപ്പിക്കാനല്ലോ, തോറ്റവനെ ജയിപ്പിക്കാനല്ലോ നോക്കുന്നത്. ഇതൊക്കെ എന്ത് തോൽവിയാ മോനെ? ഇപ്പൊ ഇതൊക്കെ പിടിച്ചെടുത്തവര് നല്ലവരായിട്ടാണോ? ഒന്നുമല്ല. ദുഷ്ടന്മാർക്ക് ഒരു കാലത്ത് വലിയ വളർച്ചകളൊക്കെ ഉണ്ടാവും. അവരെപ്പോഴാ വീഴേണ്ടതെന്ന സമയം ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടത് ആർക്കും നഷ്ടപ്പെടില്ല മോനെ. ചിലപ്പോ കുറച്ച് കാലതാമസം വരുമായിരിക്കും, അത്രേ ഉള്ളൂ. മോൻ കഴിക്കേ. അയ്യോ അയ്യോ, എന്താ മുത്തശ്ശി ചിരിക്കുന്നെ? കാര്യം പറ മുത്തശ്ശി. അല്ലടി മോളെ, മേശപ്പുറത്ത് ഇതൊക്കെ നിരന്നിരിക്കുന്നത് കാണുമ്പോഴേ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഭക്ഷണം മുമ്പിലിരുന്ന അത് കഴിക്കുന്നതിനെ കുറിച്ചല്ലേ ചിന്തിക്കാൻ പറ്റൂ. അത് നീ നിനക്കറിയാടി മോളെ. ഉള്ള കാര്യം പറയാലോ. എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശി. എന്നാലേ ഞാൻ ചിന്തിക്കുന്നത് നിന്റെ അച്ഛനെയും അമ്മയും കുറിച്ചാ.